ഇത് ലാസ്റ്റ് ബ്രേക്ക്ഫാസ്റ്റ് വീഡിയോ ഇട്ടാത്ത സെയിം ഡേ ഓഫ് ഈവനിങ് ആണ്. പായസക്കിറ്റ് മേടിക്കുമ്പോൾ ഞാൻ സെയിം ബ്രാൻഡ് തന്നെ എപ്പോഴും മേടിക്കാറുള്ളൂ. അതിന് കാരണം ഇതാണ്, സ്റ്റാർട്ടിംഗ് ഫ്രം 5 rupees to gold coin. ഇതിന്റെ ഒരു എക്സൈറ്റ്മെന്റ് ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഉണ്ട്. അതുകൊണ്ട് മേടിക്കുന്ന സെയിം ഡേ തന്നെ പൊട്ടിച്ച് നോക്കാറുണ്ട്. പാൻ വെച്ച് പാലൊഴിച്ച് അത് തിളയ്ക്കുമ്പോഴേക്കും റെഡി ടു കുക്ക് പാലയുടെ പാക്കറ്റ് അതിലേക്ക് മിക്സ് ചെയ്യും. പിന്നെ കാളം പുളം ചുമ്മാ ഇളക്കി കൊടുക്കുക. ചൂടുള്ള പായസം ഗ്ലാസ്സിൽ വെച്ച് സ്പൂണിട്ട് കോരി കഴിക്കാൻ എനിക്ക് ഇഷ്ടമല്ല. അതൊരു പ്ലേറ്റിൽ ഒഴിച്ച് പഴവും പപ്പടവും കൂട്ടി കുഴച്ചടിക്കണം. 10 മിനിറ്റോളം തിളച്ചു വരുന്ന പായസത്തിലേക്ക് 1 ടീസ്പൂൺ നെയ്യ് ഒഴിച്ചാൽ തീ ഓഫ് ആക്കാം. ഇത്രയും ചെയ്യുന്നതോടെ നമ്മുടെ പായസത്തിന്റെ പണി കഴിഞ്ഞു. പണ്ടേ സ്വീറ്റ്സിനോടൊന്നും താല്പര്യമില്ലാത്ത എന്നോട് ഇഷ്ടമുള്ള പായസം ഏതാന്ന് ചോദിച്ചാൽ ഞാൻ പറയുമായിരുന്നു സേമിയ പായസം. അതങ്ങനെ അല്ലാന്ന് മനസ്സിലാക്കാൻ എനിക്ക് നീണ്ട 27 വർഷങ്ങൾ വേണ്ടി വന്നു. ഈ കഴിഞ്ഞ ഓണത്തിന് സദ്യയുടെ കഴിക്കാൻ സേമിയ കിട്ടാണ്ടായപ്പോ പാലടയിൽ ഒതുക്കി. അന്ന് കഴിച്ചലയിൽ തന്നെ പായസം ഒഴിച്ച് അതിൽ പഴവും പപ്പടവും വെച്ച് ഇളക്കിയത് ഇതുപോലെ കഴിച്ചപ്പോഴാണ് ആ സത്യം ഞാൻ മനസ്സിലാക്കുന്നത്. എന്റെ ഫേവറേറ്റ് പായസം സേമിയ അല്ല, പാലടയാണ്. അതെങ്ങനെയാ ഒതുക്കി വെച്ചിരിക്കുന്ന സാധനങ്ങൾ എപ്പോഴെങ്കിലും കഴിച്ചു നോക്കിയാലല്ലേ ടേസ്റ്റ് ഉണ്ടെന്ന് അറിയാൻ പറ്റൂ. പിന്നെ ഉപ്പ് തിന്നവോ മാത്രമല്ല കേട്ടോ, മധുരം തിന്നവനും വെള്ളം കുടിക്കും.